മലയാളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി ചലച്ചിത്രരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രാജ്യത്തിന്റെ പരമോന്നത അംഗീകാരമായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നമ്മുടെ ഒരേയൊരു മോഹൻലാൽ രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങി. ലാലേട്ടൻ എന്ന വിളിയും ഉഗ്രൻ നടനെന്ന വിശേഷണവുമെല്ലാം വേദിയിൽ ഉയർന്നു കേട്ടു. മലയാള സിനിമയുടെ പൈതൃകവും മലയാള ചലച്ചിത്ര പ്രവർത്തകരെയും എല്ലാം ഓർമ്മിച്ചായിരുന്നു മോഹൻലാലും സംസാരിച്ചത്. തൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനമാണ് സിനിമയെന്ന് പറഞ്ഞായിരുന്നു രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിലെ സംസാരം മോഹൻലാൽ അവസാനിപ്പിച്ചത്. ആദ്യ സ്രാപ്പ് ആദ്യം. ന്യൂഡൽഹി വിജ്ഞാൻ ഭവനിൽ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി മലയാളത്തിന്റെ മഹാനടന്റെ പേര് വിളിച്ചപ്പോൾ സദസ്സൊന്നാകെ എണീറ്റുനിന്ന് കരഘോഷമുയർത്തി. മലയാളത്തിന്റെ യശസ് വാനോളമുയർത്തി ആ മഹാനടൻ വേദിയിലേക്ക് കയറി. രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരം സമ്മാനിച്ചു. മോഹൻലാലിന്റെ നാടകമായ കർണഭാരത്തെക്കുറിച്ച് രാഷ്ട്രപതി പരാമർശിച്ചു. വിവിധ ഭാവങ്ങൾ തന്മയത്വത്തോടുകൂടി അവതരിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നതെന്നും രാഷ്ട്രപതി. ട്രൂ ലെജൻഡ് എന്നായിരുന്നു കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മോഹൻലാലിനെ വിശേഷിപ്പിച്ചത്. ഉഗ്രൻ നടനെന്ന് മലയാളത്തിൽ തന്നെ അശ്വിനി വൈഷ്ണവ് പ്രശംസിച്ചു. 2004 സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനു ലഭിച്ച് 2 പതിറ്റാണ്ടിനു ശേഷമാണ് ഈ ദേശീയ ബഹുമതി മലയാള സിനിമയിലേക്ക് എത്തുന്നത്. RDX റാപ്പ് ന്യൂസ് മലയാളം. പുരസ്കാരം മലയാള സിനിമയ്ക്കാണ് മോഹൻലാൽ സമർപ്പിച്ചത്. മഹാരഥന്മാരായ മുൻഗാമികൾ പടുത്തുയർത്തിയ മലയാള സിനിമയുടെ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോവുക മാത്രമാണ് ചെയ്യുന്നത്. വന്യമായ സ്വപ്നങ്ങളിൽ പോലും പരമോന്നത സിനിമാ പുരസ്കാരം ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. തൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനമാണ് സിനിമ എന്നും മോഹൻലാൽ വേദിയിൽ പറഞ്ഞു. It belongs to the entire Malayalam cinema fraternity. To be honest, I never dared to dream of this moment, not even in my wildest dreams. And so this is not a dream come true. This is something far greater. It's magical. It's sacred. എൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനമാണ് സിനിമ. സകല ഭാവങ്ങളും തന്മയത്വത്തോടുകൂടി അവതരിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് മോഹൻലാലിനെ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത് എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. മോഹൻലാലിന്റെ നാടകമായ കർണഭാരത്തെയും രാഷ്ട്രപതി പരാമർശിച്ചു. कोमलतम और कठोर से कठोरतम भावों को सहजता से प्रस्तुत किया है और द कंप्लीट एक्टर की उनकी छवि बनी है कि उन्होंने महाभारत के चरित्र कर्ण पर आधारित एक लंबे संस्कृत नाटक कर्णभारम में कर्ण भूमिका निभाई है. ട്രൂ ലെജൻഡ് എന്നായിരുന്നു കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മോഹൻലാലിനെ വിശേഷിപ്പിച്ചത്. ഉഗ്രൻ നടനെന്ന് മലയാളത്തിലും മന്ത്രി ലാലിനെ പ്രശംസിച്ചു. തങ്ങളൊരു ഉഗ്രം ആക്ടറാണ്. ട്രൂ ലെജൻഡ്. Give a loud shout out. हॉल में आवाज सफिशिएंट नहीं है, और तेज. ये हुई ना बात. Congratulations to all. മറ്റു കാര്യങ്ങൾ കൂടെ നമുക്ക് വെറുതെ ഒന്ന് നോക്കി വരാം. അംഗീകാരങ്ങളുടെ നാൾ വഴി മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2001 രാജ്യം പത്മശ്രീ നൽകി മോഹൻലാലിനെ ആദരിച്ചു. 2009 ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. 2010 ശ്രീശങ്കര സർവകലാശാല ഡി.ലിറ്റ് ബിരുദം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 2018 കാലിക്കറ്റ് സർവകലാശാല ഡി.ലിറ്റ് ബിരുദം നൽകി ആദരിച്ചു. 2019 രാജ്യം പത്മഭൂഷൺ നൽകി അദ്ദേഹത്തിന്. നടൻ എന്ന നിലയിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 7 തവണയാണ് മോഹൻലാൽ കരസ്ഥമാക്കിയത്. 7 തവണ. നടൻ എന്ന നിലയിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരം 4 തവണ അദ്ദേഹം കൊണ്ടുപോയി കരസ്ഥമാക്കി. കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡുകൾ 10 തവണ അദ്ദേഹം മോഹൻലാലിന് ലഭിച്ചു. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാര നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് കേരള BJP ഇന്ന് നന്ദി പറഞ്ഞത്. നന്ദി മോദി എന്ന തലക്കെട്ടോടെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ FB പേജിൽ പോസ്റ്റും ഇന്ന് പ്രത്യക്ഷപ്പെട്ടു. മലയാളത്തിൻ്റെ അഭിമാന താരത്തിന് പരമോന്നത ചലച്ചിത്ര പുരസ്കാരം നൽകി ആദരിച്ച മോദിജിക്ക് നന്ദി എന്നാണ് BJP പ്രവർത്തകർ എഴുതിയത്. പോസ്റ്ററിൽ മോദിയുടെ ചിത്രം വലുതാണ്, പുരസ്കാര ജേതാവായ മോഹൻലാലിൻ്റെ ചിത്രം ചെറുതാണ് എന്ന് ഇത് വാർത്തയായി. BJP മോഹൻലാലിനെ ഏറ്റെടുത്തോ എന്ന ചോദ്യവുമായി പോസ്റ്റുകൾക്ക് താഴെ നിരവധി കമൻറ്റുകൾ വന്നു. മലയാളികളുടെ ലാലേട്ടനാണ്, BJPയുടേത് മാത്രമല്ല എന്ന് ആരാധകർ ഓർമ്മപ്പെടുത്തി. അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ കാര്യം ഹർഷൻ, അതായത് മോഹൻലാലിനാണ് അവാർഡ് കിട്ടിയത്. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും സന്തോഷിച്ചു. മലയാളികളായിട്ടുള്ള ആളുകൾ മുഴുവൻ ഞങ്ങൾക്ക് കിട്ടിയൊരു അവാർഡാണല്ലോ എന്ന മട്ടിൽ അങ്ങേയറ്റം സന്തോഷത്തോടെയാണത് കണ്ടത്, അല്ലേ? നമ്മുടെ ഒരു ചരിത്ര നിമിഷം.
തീർച്ചയായും എനിക്ക് വ്യക്തിപരമായി പറഞ്ഞാൽ ഒരു 10 വർഷം കൂടെ കഴിഞ്ഞിട്ടായിരുന്നു മോഹൻലാലിന് ഇത് കിട്ടേണ്ടത് എന്നൊരു തോന്നലുണ്ടായി. അത് വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന് അതിന് അർഹനല്ല എന്നതുകൊണ്ടല്ല. അദ്ദേഹം അർഹനാണ്, അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ 10 വർഷം മുമ്പേ തന്നെ അർഹനാണ്. അതെ, തീർച്ചയായും അർഹനാണ്. പക്ഷേ നമുക്ക് എൻ്റെ മനസ്സിൽ അദ്ദേഹം ഛോട്ടാ മുംബൈയിലൊക്കെ ഉള്ളൊരു മോഹൻലാലാണ്, അല്ലെങ്കിൽ ഹലോയിലെയൊക്കെ മോഹൻലാൽ. ചെറുപ്പക്കാരനാണ്. എനിക്കതാണ് ഇഷ്ടം. എനിക്ക് മോഹൻലാലിനെ അങ്ങനെയൊക്കെ കാണാനാണ് ഇഷ്ടം, അത്തരം സിനിമകളിൽ കാണാനാണ് ഇഷ്ടം. അത് വല്ലാത്തൊരു ഊർജ്ജം നമുക്ക് കൂടി പകർന്നു നൽകുന്നതാണ് അത്തരം സിനിമകൾ എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പരമാവധി ഞാൻ ഛോട്ടാ മുംബൈയിൽ വന്ന് നിൽക്കുകയാണ്. ഇനി ബാക്കിയൊക്കെ ഇനി പതുക്കെ അവിടേക്കൊക്കെ വളരാനുണ്ട്. അതുകൊണ്ട് തന്നെ മോഹൻലാലിന് ഇപ്പോൾ കിട്ടിയപ്പം ഇത് കുറച്ച് നേരത്തെ ആയിപ്പോയോ എന്ന് അദ്ദേഹത്തിൻ്റെ അർഹതക്കുറവ് കൊണ്ടല്ല ഞാൻ പറയുന്നത്. അത് മറ്റ് പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഇനിയും പലതായി കാണാൻ നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു തോന്നലാണ്. മാത്രമല്ല ഇനി അദ്ദേഹത്തിന് ഇനിയും കാലങ്ങൾ ബാക്കി കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രതിഭ കേരളം അല്ലെങ്കിൽ ലോകം കാണാൻ ഇനിയും എത്രയോ ബാക്കിയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഇത് കിട്ടുമ്പോൾ ഒരു പ്രത്യേകത, വലിയ പ്രത്യേകത, അദ്ദേഹം വലിയ വിജയങ്ങളുടെ ഒരു താരം കൂടിയാണ്. അതായത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിജയങ്ങൾ, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സമ്മാനിച്ചിട്ടുള്ള ഒരു ചലച്ചിത്ര താരം എന്ന് പറയുന്നത് മോഹൻലാലാണ്. അദ്ദേഹം ഇൻഡസ്ട്രിയുടെ ഒരു ആ നിലയ്ക്ക് നോക്കിയാൽ ഏറ്റവും വലിയൊരു കറവപ്പശുവാണ്. അങ്ങനെ കൂടി നോക്കുമ്പോൾ അത്രയും സമ്പത്ത് ഇൻഡസ്ട്രിയിൽ ഓടിക്കുന്ന ഒരു ആൾ എന്ന നിലയ്ക്ക് കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന്, അതായത് ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരാൾക്കല്ലേ ഇത് കിട്ടാറ് സാധാരണ എന്ന് വെറുതെ നമ്മൾ തോന്നിപ്പോകുന്നു. പക്ഷേ ഏറ്റവും കൃത്യമായി ഇത്തരം ഒരു പുരസ്കാരം അതായത് അദ്ദേഹം ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരു കാലത്ത് തന്നെ കിട്ടുമ്പോഴുള്ള ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അത് തീർച്ചയായും മോഹൻലാലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുമുണ്ട്. ആകെപ്പാടെ അതിനകത്തുള്ള ഒരു കല്ലുകടി ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഈ BJP-ക്കാർ വെറുതെ ഇങ്ങനെ പ്രധാനമന്ത്രിക്ക് ഇതിൽ നന്ദി അറിയിക്കുന്നതിലാണ്. കാരണം ഇതിനും പ്രധാനമന്ത്രിക്ക് എന്താണ് ഇതുമായി ബന്ധം എനിക്ക് പിടികിട്ടിയിട്ടില്ല. കാരണം ഇത്തരം കാര്യങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് തീരുമാനിക്കുന്നതായിരിക്കുയോ എനിക്കറിയില്ല. അങ്ങനെ ആയോ? അതിന്റെ ആവശ്യമുണ്ടോ? മോഹൻലാലിന് അവാർഡ് കൊടുക്കുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം മറ്റേ GST-യിലെ കാര്യം വന്നപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ സംഭവിച്ചത്. എല്ലാ പുകഴും ഇരൈവനുക്ക് എന്ന് പറയുന്നത് പോലെ എല്ലാ പുകഴും മോദിക്ക് എന്ന മട്ടിലാണ് കേരളത്തിലെ BJP ഇത്തരം കാര്യങ്ങളോട്. അത് മൊത്തത്തിലൊരു വലിപ്പക്കുറവ് ഉണ്ടാക്കും ഇത്തരം കാര്യങ്ങളിൽ. അതിന്റെ ആഘോഷ മോഹൻലാലല്ല ഒലിമയെ മോഹൻലാലല്ല മൊത്തത്തിൽ, അതായത് ഇതേക്കുറിച്ചുള്ള ചർച്ചകളിൽ തന്നെ ആവശ്യമില്ലാത്ത ഈ പതിരൊക്കെ കടന്നു വരും എന്നുള്ളതാണ് എൻ്റെ അതിനകത്തുള്ള സങ്കടം. ബാക്കി എല്ലാ അർത്ഥത്തിലും മോഹൻലാലിൻ്റെ ഈ പുരസ്കാരം നേട്ടമെന്നുള്ളത് മലയാളിക്ക് ചെറുതല്ലാത്ത അഭിമാനം തരുന്ന കാര്യമാണ്. നേരത്തെ അടൂർ ഗോപാലകൃഷ്ണന് ശേഷമാണ് മറ്റൊരു മലയാളിയെ തേടി ഈ പുരസ്കാരം എത്തുന്നത്. അത് ഒരു ചെറിയ കാര്യമല്ല. മാത്രമല്ല അവിടെ ആ വേദി തന്നെ കണ്ടില്ലേ, ഇപ്പം പ്രസിഡന്റ് ആയാലും മന്ത്രി ആയാലും ഒക്കെ മോഹൻലാലിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട്, ഒരു നടൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ പൂർണ്ണമായി ഉൾക്കൊണ്ട് തന്നെയാണ് അവരോട് സംസാരിക്കുന്നത് പോലും എന്നുള്ളതാണ് അതിലേറ്റവും സന്തോഷം നിറഞ്ഞ കാര്യം. നിശ്ചയമായിട്ടും ഇതിനകത്ത് ഈ രാം ഗോപാൽ വർമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് മോഹൻലാൽ തന്നെ പറഞ്ഞത് അത് കുറച്ച് ബ്ലാക്ക് ഹ്യൂമറാണ്, കുറച്ച് കയറ്റി പറഞ്ഞതാണ്. പക്ഷേ സത്യത്തിൽ അതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ ദാദാ സാഹേബ് ഫാൽക്കെ അദ്ദേഹത്തിന് അഭിമാനിക്കാം എന്ന മട്ടിലാണ് ഇദ്ദേഹം അത് പറഞ്ഞത്. അത് നരേന്ദ്രമോദിക്ക് നന്ദി പറയുന്ന ആളുകൾ അത് ആലോചിക്കേണ്ടതാണ്. നരേന്ദ്രമോദിക്ക് സത്യത്തിൽ BJP-ക്കാർക്ക് സന്തോഷിക്കാനൊരു കാര്യമുണ്ട്, നരേന്ദ്രമോദിയെ ചേർത്ത് സന്തോഷിക്കാനൊരു കാര്യമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കാലത്താണല്ലോ മോഹൻലാലിന് അവാർഡ് കൊടുക്കാൻ പറ്റിയത് എന്നതിൽ സത്യത്തിൽ അവർക്ക് അഭിമാനിക്കാം. നന്ദി പറയേണ്ട കാര്യമില്ല, അഭിമാനിക്കാം. അതായത് അതിപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ കാലത്തോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന മറ്റേതെങ്കിലും പ്രധാനമന്ത്രിമാരുടെ കാലത്തോ ആണെങ്കിൽ മോഹൻലാലിന് ഈ അവാർഡ് കൊടുത്ത ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കൊടുത്ത സർക്കാർ എന്നൊരു ഗരിമ ആ സർക്കാരിന് കിട്ടിയത്. അതുകൊണ്ട് മോദിജി അഭിമാനിക്കുകയാണ് വേണ്ടത്. എൻ്റെ സർക്കാരിൻ്റെ കാലത്താണല്ലോ മോഹൻലാലിനെ പോലൊരു വലിയ ആൾക്ക് അർഹിക്കുന്ന ആ ഒരു അവാർഡ് ഞാൻ കൊടുത്തത് എന്ന് അദ്ദേഹത്തിന് അഭിമാനിക്കാം. അതുകൊണ്ട് തന്നെ BJP-ക്ക് അഭിമാനിക്കാനായിട്ടുണ്ട്. നന്ദി പറയുന്നത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നന്ദി പറയാമെന്ന് വെച്ചാൽ മോഹൻലാൽ 48 വർഷമായി അഭിനയം തുടങ്ങിയിട്ട്. അദ്ദേഹം കയറി വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു രാത്രി കഴിഞ്ഞ് പകൽ വരുന്ന പോലെ, കാറ്റടിക്കുന്ന പോലെയൊക്കെ വളരെ സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അങ്ങനെ നല്ല അഭിനയത്തിലൂടെ വന്ന് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയൊരു അവാർഡാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് കിട്ടേണ്ടുന്നൊരു അവാർഡ് കൊടുത്തതിന് ഇദ്ദേഹത്തിന് നന്ദി പറയേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണ് പിന്നെ കാറ്റടിക്കുന്നതിന് നന്ദി മോദിക്ക്, അല്ലെങ്കിൽ രാവിലെ നേരം പുലരുന്നതിന് നന്ദി മോദിക്ക് എന്നൊക്കെ പറയുന്ന പോലെ വളരെ സാധാരണ കാര്യത്തിൽ നന്ദി പറയുന്ന പോലെയാവും. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയണം. ഞാൻ മോഹൻലാൽ എന്ന് പറഞ്ഞപ്പോഴെല്ലാം മമ്മൂട്ടി എന്നുകൂടെ മനസ്സിൽ വരുന്നൊരു സാധാരണ മലയാളി ആയതുകൊണ്ട് മമ്മൂട്ടിയും യഥാർത്ഥത്തിൽ ഈ വലിയ അവാർഡുകൾക്ക് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം അദ്ദേഹത്തിന് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടേണ്ടതാണ്. അദ്ദേഹം അത് അർഹിക്കുന്ന ആളാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അവരുടെ ഇത് മോഹൻലാൽ ആവർത്തിച്ച് പറഞ്ഞു കേട്ടോ. മോഹൻലാലിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യം, മോഹൻലാൽ ഈ അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ട കാലം തൊട്ട് അദ്ദേഹം ഇതെൻ്റെ മാത്രമല്ല, ഇത് നിങ്ങളുടേതാണ്,
ഇത് കണ്ട് എന്നെ ഇങ്ങനെ വളർത്തിയ ആളുടെയാണ്. മലയാള സിനിമയുടെ ഇൻഡസ്ട്രിയുടേതാണ്. എനിക്കൊപ്പം ജോലി ചെയ്ത ആളുകളുടേതാണ്. എൻ്റെ കൂടെ നിന്ന ആളുകളുടേതാണ്. മോഹൻലാൽ എന്ന് പറയുമ്പോൾ നമുക്ക് മമ്മൂട്ടി കൂടെ ഓർമ്മ വരുന്നത് അവരുടെ ഒരു പരസ്പരമുള്ള സ്നേഹത്തോടെയുള്ള മത്സരത്തിൻ്റെ കൂടെ ചരിത്രമാണ്. അവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസിൻ്റെ ഗാംഭീര്യത്തിൻ്റെ ചരിത്രവും മലയാള സിനിമയുടെ ചരിത്രവും അങ്ങനെയാണ്. 98-ൽ പത്മശ്രീ അവാർഡ് കിട്ടി മമ്മൂട്ടിക്ക്. അതിനുശേഷം രാജ്യത്തിൻ്റെ അവാർഡുകളും പുരസ്കാരങ്ങളും ഒന്നും അദ്ദേഹത്തെ ആ നിലക്ക് തേടിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാലയ്യ ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ അവിടുത്തെ നടൻ, ബാലയ്യക്ക് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ്, രജനീകാന്തിന് ഫാൽക്കെ കിട്ടിയിട്ടുണ്ട്, കമലഹാസന് കിട്ടിയിട്ടില്ല. ബാലയ്യ, അജിത്ത്, ചിരഞ്ജീവി, ശോഭനക്കൊക്കെ പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്, മമ്മൂട്ടിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അത് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന മോഹൻലാലിന് കിട്ടിയ ഈ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മമ്മൂട്ടി കിട്ടാത്തത് മറ്റു പല കാരണങ്ങൾ കൊണ്ടുമായിരിക്കും. മമ്മൂട്ടിക്ക് കൂടെ കിട്ടിയതാണ്. അത് മോഹൻലാൽ അങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ മലയാളത്തിൻ്റെ ആകെ ഒരു എനിക്കൊപ്പം വളർന്ന അല്ലെ എന്നെ വളർത്തിയ ആളുകൾക്ക് കൂടെ അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് മലയാളികളുടെ ആകെ ഒരു പുരസ്കാരമാണ്. ഞാൻ ഈ സമയത്ത് മമ്മൂട്ടിയെ കൂടെ ആ നിലക്ക് തന്നെ ഓർക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. മമ്മൂട്ടി, ഹർഷൻ പറഞ്ഞാണ് അതിനകത്തെ കാര്യം. അതായത് നമുക്ക് മോഹൻലാൽ ഇതൊക്കെ കുറച്ചുകൂടെ ഒരുപാട് കാലം കടന്നാലെത്തുന്ന ഒരു റിട്ടയർമെൻറ്റ് കാലത്തൊക്കെ എത്തുമ്പോഴല്ലേ ഇത്തരം വലിയ അവാർഡുകൾ കിട്ടുക, സമഗ്ര സംഭാവനകൾക്ക് അവാർഡ് കിട്ടുമോ. ലാലേട്ടൻ വളരെ ചെറുപ്പാണല്ലോ എന്നൊരു തോന്നലാണ് നമുക്കുള്ളിലുള്ളത്. മലയാളത്തിന് അഭിമാന നിമിഷമാണ്. മലയാള സിനിമ അതിൻ്റെ പരമാവധി ഉയരത്തെ തൊട്ട മറ്റൊരു ദിവസമാണിത്. സകല മലയാളിക്കും അഭിമാനിക്കാവുന്ന ദിവസം. നമുക്ക് ഒരൊറ്റ അറബിക്കടലേ ഉള്ളൂ, ഒരൊറ്റ സഖ്യനും സൂര്യചന്ദ്രന്മാരും എന്ന പോലെ, ഓണനിലാവും വിഷുവേലും തിരുവാതിര ഞാറ്റുവേലയും ഒന്നുവീതമേ ഉള്ളൂ എന്ന പോലെ നമ്മുടെ ഒരേ ഒരു മോഹൻലാൽ, മലയാള നാട്ടിൽ പിറന്നവരുടെ എല്ലാം തലപ്പൊക്കമായി സ്വകാര്യ അഭിമാനമായി നമ്മുടെ മോഹൻലാൽ ഇനിയും ഈ വിധം തുടരട്ടെ.